നമുക്കിനി സമൂസയ്ക്കുള്ള ഡോ തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആട്ട അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. ആട്ട, മൈദ, അരിപ്പൊടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളത്തിലോട്ട് പൊടിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. തിരിച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലൂസായി പോകാം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് പാകത്തിൽ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സമൂസയ്ക്കുള്ള ഡോ തയ്യാറായി. ഇതൊന്ന് മാറ്റി വെക്കാം. സമൂസയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. പൊട്ടറ്റോ ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. കുക്കറിലൊരു 3 വിസിൽ വരുന്നവരെ വേവിക്കാം. വെന്ത പൊട്ടറ്റോ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം.